ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയെ എന്ത് വില കൊടുത്തും താഴെ ഇറക്കണം ചില ആളുകൾക്ക്. എന്നാൽ മാത്രമേ അവർ വിചാരിക്കുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കൂ. ഈ രാജ്യത്തെ മതവൽക്കരിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നശിപ്പിക്കണമെങ്കിൽ അങ്ങനെ, കാഫിറുകളെ ഉന്മൂലനം ചെയ്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ലോകം സ്ഥാപിക്കണമെങ്കിൽ അങ്ങനെ, എല്ലാത്തിനും എതിരായി നിൽക്കുന്നത്, ഇവർക്ക് തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ചിലർ എല്ലാ അടവുകളും പയറ്റി നോക്കി. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പയറ്റി നോക്കിയിട്ടും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യക്കെതിരായിട്ടുള്ള സകലമാന ചപ്പുചവർ സംഘടനകളും ഒരുമിച്ച് നിന്ന് ഇന്ത്യ സഖ്യമുണ്ടാക്കി ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു. അതിലും പുഷ്പം പോലെ നരേന്ദ്രമോദി കയറി വന്നു. ഒരു 3 സംഭവങ്ങൾ, 3 വാർത്തകൾ, ആഗോളതലത്തിലുള്ള വാർത്തയാണ്. പക്ഷെ ഭാരതവുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ള 3 വാർത്തകളാണ്. അതിലെനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അതിൽ ഒരു വാർത്ത, അത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്ന വാർത്തയാണ്. പക്ഷെ ഭാരതത്തിൽ ദേശീയബോധമുള്ള, ദേശീയതയെ ചേർത്ത് നിർത്തുന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് പോലും ആ വാർത്ത കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്. കാരണം BJPയുടെ അമിത് മാളവിയ മാത്രമാണ് ആ വാർത്തയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തത്. അങ്ങനെ ഒരു വാർത്ത, പിന്നെ മറ്റ് 2 സംഭവങ്ങൾ. ഈ 3 സംഭവങ്ങളും തമ്മിൽ നേരിട്ട് പരസ്പര ബന്ധമില്ലെങ്കിലും ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ വിഷയമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ 3 വാർത്തകൾ എടുക്കുന്നത്. അല്പം നീണ്ടുപോയാൽ ക്ഷമിക്കുക. ഈ 3 സംഭവങ്ങൾ ആദ്യം എന്താണ് എന്ന് പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നിങ്ങൾ എത്ര പേർ ഡ്രൂ സല്ലിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡ്രൂ സല്ലിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം ജേർണലിസം രംഗത്ത്, ആഗോളതലത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് വലിയ പേരൊന്നും എടുക്കാത്ത ആളാണ് മാധ്യമ പ്രവർത്തനം കൊണ്ട്. പക്ഷേ അദ്ദേഹത്തെ അറിയാത്ത മാധ്യമ പ്രവർത്തകരും ഭരണകർത്താക്കളും ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയാം. എന്താണ് കാരണമെന്നല്ലേ? ഈ ഡ്രൂ സല്ലിവനാണ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് എന്ന് പറയുന്ന OCCRP എന്ന് പറയുന്ന പ്രോജക്റ്റിനെ, ആ ഒരു സംഘടനയെ, ആ പ്രസ്ഥാനത്തെ ഹെഡ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് അതിനെ നയിക്കുന്നത്. ഇദ്ദേഹം സ്വയം ഒരു ജേർണലിസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ OCCRP എന്ന് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും അത് ഓർമ്മ വന്നിട്ടുണ്ടാവണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന്. ആഗോളതലത്തിൽ കറപ്ഷൻ ഉൾപ്പെടെയുള്ള തെറ്റായ എല്ലാ പ്രവണതകളെയും പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സമൂഹത്തിൽ ട്രാൻസ്പെറൻസി, സമൂഹത്തിൽ സുതാര്യതയും ഉറച്ച ജനജീവിതവും ഉറപ്പുവരുത്താൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് OCCRP എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് നൈതികതയിൽ ഉറച്ചു നിൽക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന, അതിനുവേണ്ടി ഭരണകർത്താക്കളെ പോലും എക്സ്പോസ് ചെയ്യുന്ന, അവരുടെ അഴിമതി കഥകളും അവരുടെ തെറ്റായ പ്രവണതകളും അവരുടെ ബന്ധങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനം. ആ രീതിയിലാണ് OCCRPയെ ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ ഡ്രൂ സല്ലിവനും അയാളോടൊപ്പമുള്ള ഒരു വലിയ സംഘം ആൾക്കാരും. അവർക്ക് ഭാരതത്തിലും ആൾക്കാരുണ്ട്. സിദ്ധാർത്ഥ് വരദരാജനെ പോലെ മറ്റൊരാളുണ്ട്, അയാളുടെ പേര് ആനന്ദ് മംഗ്ലെ എന്നാണ്. ആനന്ദ് മംഗ്ലെയാണ് സൗത്ത് ഏഷ്യ ഡയറക്ടർ ഓഫ് OCCRPയുടെ ഈ ഭാഗത്തെ ഡയറക്ടറാണ്. അപ്പൊ ഇവരെല്ലാം ശ്രമിക്കുന്ന ഇങ്ങനെ വളരെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റുകളുടെ ഒരു വലിയ കൂട്ടായ്മ, അതൊരു വലിയ സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ മറ്റൊരു അതിന് പാരലായിട്ട് അല്ലെങ്കിൽ സാമ്യമുള്ള മറ്റൊരു സംഭവമില്ല. അപ്പൊ ആ രീതിയിലാണ് അതിനെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ വാർത്തകളിൽ, അതായത് കടുവയെ കിടുവ പിടിച്ചു എന്ന് പറയുന്നത് പോലെ മറ്റൊരു സംഘം മാധ്യമപ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ OCCRP എന്ന് പറയുന്നത് തന്നെ US ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലെ കളിപ്പാവയാണ്. ഈ OCCRPയുടെ ബജറ്റിന്റെ പകുതിയിൽ കൂടുതൽ ചിലവഴിക്കുന്നത് അമേരിക്കൻ സർക്കാരാണ്. ഇതുവരെ OCCRP ഇതൊന്നും നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയട്ടെ. എന്താണ് ഈ OCCRPയുടെ ചരിത്രം? ഇതെങ്ങനെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രസക്തമാകുന്നത്? ഒന്ന്, ഇതിന്റെ ചരിത്രം പറയണമെങ്കിൽ ഡ്രൂ സല്ലിവന്റെ ചരിത്രം തന്നെ പറയണം. യഥാർത്ഥത്തിൽ ഈ ഡ്രൂ സല്ലിവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആണ്. ഇയാൾ റോക്ക്വെൽ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വലിയ പ്രൈവറ്റ് കമ്പനി, ആ പ്രൈവറ്റ് കമ്പനി അമേരിക്കയിലെ സർക്കാരുമായിട്ടും ഡിഫൻസ് സംവിധാനം, പ്രതിരോധ സംവിധാനവുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, പ്രസ്ഥാനമാണ്. അത് റോക്ക്വെൽ എന്നാണ് കമ്പനിയുടെ പേര്. അവിടെ 1987 ഈ എയറോസ്പേസ് എഞ്ചിനീയർ ആയിട്ട് ഇയാൾ ജോയിൻ ചെയ്യുന്നു. പിന്നീട് ഇയാൾ പ്രവർത്തിക്കുന്നത് വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രോജക്ട്സിലാണ്. അതായത് ചാര ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റിലാണ്. ആ പ്രോജക്റ്റിൽ നിന്ന് ഇയാൾ 1990 ഇയാൾ കരിയർ ജേർണലിസത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ് ഇത് എന്ന് പറയുമ്പോൾ ഈ OCCRP എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ CIA യുടെ പ്രോജക്റ്റ് അല്ലേ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. കാരണം ഡ്രൂ സല്ലിവന്റെ ഒരു
രീതി അല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അന്ന് ബോസ്നിയയുടെ തലസ്ഥാനമായ സരജാവോയിലാണ് ഇയാൾ ഈ 2004 മറ്റോ ഈ പുതിയ സംഘടന, അതായത് OCCRP തുടങ്ങിയത്. ഓർഗനൈസ്ഡ് ക്രൈംസ്, അതായത് സംഘടിതമായ കുറ്റകൃത്യങ്ങൾക്കെതിരെ, സർക്കാരുകളുടെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ ഒക്കെ പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ ഒരു സംഘം എന്നുള്ള നിലയിലാണ് സരജാവോയിൽ ഈ സംഘടന തുടങ്ങിയത്. പക്ഷെ നാടകീയമായ വളർച്ചയാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടായത്. ഇപ്പോൾ ഈ സംഘടനയിൽ ഏതാണ്ട് 200ഓളം പേരുണ്ട്, 200ഓളം സ്റ്റാഫുണ്ട്, 70ഓളം മീഡിയ മെമ്പേഴ്സ് ഉണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾ മെമ്പേഴ്സാണ്, 50ഓളം മീഡിയ ഓർഗനൈസേഷൻസ് ഈ സംഘടനയുടെ ഭാഗമാണ്, പാർട്ട്ണർമാരാണ്, 200 സ്റ്റാഫുണ്ട്. ഇനി ഇവരുടെ ആനുവൽ ബജറ്റ് എന്താണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആനുവൽ ബജറ്റ് എന്ന് പറയുന്നത് 178 കോടിയാണ്. ഈ 178 കോടിയിൽ പകുതിയോളം വരുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. USAID എന്ന് പറയുന്ന അമേരിക്കൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വകുപ്പിൽ നിന്നാണ് ഇവർക്ക് ഇതിന്റെ പൂർണ്ണമായ ഫണ്ടിങ് കിട്ടുന്നത്. ബാക്കി ഫണ്ടിങ് കിട്ടുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ്, അമേരിക്കയുടെ സഖ്യകക്ഷികളായ സർക്കാരുകളിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. ഇതിന്റെ എല്ലാ കണക്കുകൾ ഇപ്പോൾ ഒരു പുതിയ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടായ്മയിലും ഭാരതത്തിൽ നിന്നുള്ള ചില ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും ഈ OCCRP എന്ന് പറയുന്ന സംഘടനയുടെ ഞങ്ങൾ വളരെ ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന, നൈതികതയ്ക്ക് വേണ്ടി നിൽക്കുന്ന, സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനയാണ് എന്നുള്ള ഇവരുടെ വാദം പൊളിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ OCCRP ഭാരതത്തോടെ ചെയ്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമാണ്. ഇതേ ഡീപ് സ്റ്റേറ്റ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള പണികൾ ഇവിടെ എടുത്തത് ഇതേ സംഘടനയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ OCCRP ആണ് പെഗാസസ് വിവാദം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വലിയൊരു വിവാദമായിട്ട് അത് വന്നു. അവസാനം സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇതിന് യാതൊരു തെളിവുമില്ല. ഭാരതത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിദ്ധാർത്ഥ് വരദരാജൻ വരെയുള്ള ആൾക്കാരെ പെഗാസസ് എന്ന് പറയുന്ന ഇസ്രായേലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവരുടെ ഫോൺ ചോർത്തുകയും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒരു ആഗോള തലത്തിൽ ഒരു വൻ വിവാദം ഉണ്ടാക്കാൻ OCCRPക്ക് സാധിച്ചു. OCCRP ഈ ഒരു വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ അത് ഏറ്റെടുത്തു, ഭാരത സർക്കാരിനെതിരെ തിരികെയും ചെയ്തു. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരിക്കലും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ല, ഇത് തെളിയില്ല, ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവില്ല, ഇതിന്റെ പേരിൽ നടപടി ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് OCCRPക്കും അറിയാം, ആംനസ്റ്റി ഇന്റർനാഷണലിനും അറിയാം, പെഗാസസ് വിവാദം കത്തിച്ച എല്ലാവർക്കും അറിയാം. ഒന്നും ഉണ്ടായില്ല. സുപ്രീം കോടതി പറഞ്ഞു ഇതിന് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വിവാദം ഉണ്ടാക്കാനും കുറച്ചു നാളെങ്കിലും പാർലമെന്റ് സ്തംഭിപ്പിക്കാനും മോദി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനും അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പനാമ പേപ്പേഴ്സ് പോലെ, അതേപോലെ അദാനിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് അടുത്ത ഒരു സംഭവം കൊണ്ടുവന്നു. അവിടെയും ടാർഗറ്റ് മോദിയാണ്. മോദിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാം. ഇവർ അദാനി ബന്ധം പറഞ്ഞുകൊണ്ട് മോദിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇത് കാത്തിരിക്കുന്നത് പോലെ ഭാരതത്തിലെ പ്രതിപക്ഷത്തിലെ ചില കക്ഷികളെങ്കിലും, അതിപ്പോ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്ന് ഇതിനെ വലിയ തോതിൽ പൊലിപ്പിക്കുകയും വലിയൊരു രാഷ്ട്രീയ വിഷയമായി കുറെ ദിവസം കൊണ്ടു നടക്കുകയും ചെയ്യും. അതിന്റെ പിന്നിലും OCCRP ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന, ഓക്കെ, ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയാണ്, ഞങ്ങൾക്ക് പക്ഷപാതമില്ല, ഞങ്ങൾ അമേരിക്കക്കെതിരെയും അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും ആർക്കെതിരെയും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, അതനുസരിച്ച് റിപ്പോർട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്. ഇവർ ഭാരതത്തിനെതിരെ മാത്രമല്ല, അതുപോലെ പല രാജ്യങ്ങൾക്കെതിരെയും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ സോറോസിന്റെ ഒക്കെ പേര് എപ്പോഴും പറയുന്നു. പക്ഷെ സോറോസ് എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഈ ഒരു വലിയ വലിയ ഒരു സ്കീമിന്റെ ഭാഗം മാത്രമാണ്. സോറോസ് ആയാലും ട്രൂഡോ ആയാലും അദാനിയെ പോലെയുള്ളവരെ കഴിവാക്കിക്കൊണ്ടും ഒക്കെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഭാരതത്തിലെ സംവിധാനത്തെയാണ്. ഇനി ഈ OCCRPയുടെ ഈ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെച്ച് വായിക്കാവുന്ന രണ്ടാമത്തെ സംഭവത്തിലേക്ക് ഒന്ന് പോകാം. രണ്ടാമത്തെ സംഭവം കഴിഞ്ഞ ദിവസം സൺഡേ ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് ഒരു ലേഖനമാണ്, വാർത്തയല്ല ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്നത് പ്രോജക്ട് റിമൂവ് മോദി ഹാസ് ഫെയിൽഡ് അഗെയിൻ എന്നാണ്. അതായത് മോദിയെ മാറ്റുക എന്നുള്ള പദ്ധതി വീണ്ടും പാളി എന്നാണ് സൺഡേ ഗാർഡിയൻ പറയുന്നത്. അതിൽ വളരെ കൃത്യമായി സൺഡേ ഗാർഡിയൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോദിയെ മാറ്റാനുള്ള വളരെ കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് 2019 നമുക്കറിയാം, ഭാരതത്തിൽ അതിനു മുമ്പ് തന്നെയുണ്ട്. പക്ഷെ ഇവർ പറയുന്ന അനുസരിച്ച് 2019 ആ 2019 തുടങ്ങിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ശ്രമങ്ങളിലെ ഒരു ഭാഗം മാത്രമാണ് ഖാലിസ്ഥാൻ വാദം. അതിലൊരു ഭാഗം മാത്രമാണ് പന്നുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉൾപ്പെടെ ചില ഖാലിസ്ഥാൻ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കും അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനും ഒക്കെ ബന്ധമുണ്ട് എന്ന് വരുത്തുന്ന രീതിയിൽ ആഗോളതലത്തിൽ വാർത്തകൾ വന്നു. ഇതെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ്.
കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ ഇതിന്റെ ഒരു ഉപകരണം മാത്രമാണ്. ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് മറ്റൊരു കൂട്ടരാണ്. അവരുടെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് സൺഡേ ഗാർഡിയൻ പറയുന്നുണ്ട്. മോദിയെ മാറ്റുക, പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മോദിയെ മാറ്റുക, മറ്റൊരു ഭാരതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവിനെ പ്രധാനമന്ത്രിയാക്കുക. ആ ആളുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ആൾ ആരാണെന്ന് ഊഹിക്കാൻ സാധിക്കും. കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി തന്നെ ആയിരുന്നു അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരിക, ഈ മോദിയെ മാറ്റുക, ഇതായിരുന്നു ആ പ്രോജക്റ്റിന്റെ ഉദ്ദേശം. ഇനി ഈ പ്രോജക്റ്റിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം മറ്റൊരു കാര്യം കൂടി ഈ സൺഡേ ഗാർഡിയൻ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് അമേരിക്കയിൽ ട്രംപ് തിരിച്ചു വരികയാണെങ്കിൽ അമേരിക്കയും ഭാരതവുമായിട്ടുള്ള സ്ട്രാറ്റജിക് അലയൻസ്, ആ ഒരു വളരെ ഊഷ്മളമായ ബന്ധം വീണ്ടും അത് ശക്തമാകാൻ സാധ്യതയുണ്ട്. ആ ബന്ധത്തെ തകർക്കുക, അതായത് അവിടെ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ മോദി ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. ഇതിനു വേണ്ടിയാണ് എന്നുകൂടി ഈ സൺഡേ ഗാർഡിയനിലെ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു വശത്ത് ട്രംപോ അല്ലെങ്കിൽ മറുവശത്ത് മോദിയോ ഇല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താവ് ആരാണെന്നും കൂടി സൺഡേ ഗാർഡിയൻ പറയുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന്റെ ഗുണഭോക്താവ് മറ്റാരുമല്ല, ചൈനീസ് പ്രസിഡന്റ് സീ ജിൻപിങ് ആണ്. ചൈനയുടെ അപ്രമാദിത്വം ഈ മേഖലയിൽ വലിയ തോതിൽ വർദ്ധിക്കാനും, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനും ഇതിന് കാരണമാകും. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം ഒരർത്ഥത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണില്ല. ഇതിന് പല പാളികളുണ്ട്. ചികഞ്ഞ് പോകുമ്പോൾ മാത്രമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് എന്ന് നമുക്ക് തെളിയുക. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അന്താരാഷ്ട്ര ഗൂഢാലോചന ഭാരതത്തിലെ മോദി സർക്കാരിനെതിരെ നടന്നിട്ടുണ്ട്. മോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ നടന്നിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, ഈ OCCRPയുടെ മുഖംമൂടി തകർക്ക. ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നുമല്ല, 1000 സംഭവങ്ങൾ ഈ സ്വതന്ത്ര ഭാരതത്തിനകത്ത് തന്നെ നടക്കുന്നുണ്ട്. എന്തിനേറെ ഈ മലയാളിക്കരയ്ക്കകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം മോദിയുടെയും ട്രംപിൻ്റെയും ബന്ധത്തെ തകർക്കാൻ, അതുപോലെ കോൺഗ്രസിനെ വളർത്താനും, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താനും OCCRP അല്ല, ആരൊക്കെ തന്നെ ശ്രമിച്ചാലും ശരി, ആ ശ്രമങ്ങൾ അതിനേക്കാളേറെ എത്രയോ മുമ്പ് തന്നെ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഭാരതത്തെ സ്നേഹിക്കാത്ത, ഈ രാജ്യത്തിൻ്റെ ദേശീയതയോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത, ഇവരുടെ കയ്യിലെ കളിപ്പാവയാകുന്ന പപ്പുവും ഫാമിലിയും, അവരുടെ പൂർവ്വകാലം മുതലുള്ള ചരിത്രം, വിചിത്രമായ കഥകൾ, ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ദുരൂഹമായ മരണങ്ങൾ, പെട്ടെന്നിവർ ഗാന്ധി എന്നുള്ള ഒരു വികാരം മുതലെടുത്ത് അവരുടെ പേരുകൾക്കൊപ്പം ആ പേര് സ്വീകരിച്ചത് മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് നമ്മളൊന്ന് വായിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ബ്രിട്ടനിലും ചൈനയിലും ഒക്കെ പോയി ഈ ഭാരതത്തിനെതിരായിട്ട് സംസാരിക്കുന്നത്. ഈ പപ്പു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ അധികാര ഭ്രാന്ത് ജനങ്ങൾക്ക് ഇന്ന് വളരെ നന്നായിട്ട് അറിയാം. ജനങ്ങൾ ഇന്നും മനസ്സിലാക്കുന്നുണ്ട്. ചൈന പോട്ടെ, ചൈനയെ ആരും വിശ്വസിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ, ഏതാണ്ട് നല്ലൊരു കൗണ്ട് ഓഫ് മാധ്യമങ്ങളും നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഏറെയും. ഈ ഭാരതത്തിൽ അത്തരം രാജ്യവിരുദ്ധർക്ക് സുഖവാസം ഒരുക്കി കൊടുക്കുന്ന, അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വെള്ളവും വളവും യഥേഷ്ടം ഉപയോഗിക്കുന്ന ദേശദ്രോഹികളാകുന്ന, ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാകും എന്ന് സ്വപ്നം കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ പര്യാപ്തനാണ്. അതുകൊണ്ട് ആ കളിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോകാനും, ഇവിടെ പണി എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ജോർജ് സോറോസിൻ്റെയൊക്കെ കളികൾ എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നരേന്ദ്രമോദിക്ക് അറിയാം അതിനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന്. രാഹുൽ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഈ രാജ്യത്തിനെതിരെ പ്രസംഗിക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല, നല്ല ആശയം വച്ചിട്ടുമല്ല എന്ന് ജനങ്ങൾക്കറിയാം. ഇവിടെ പരാജയം എവിടെയാണെന്നറിയാമോ? BJP നേതാക്കളോ അതല്ലെങ്കിൽ ദേശസ്നേഹികളോ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളോ മതമൗലികവാദികൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ താല്പര്യമുള്ള ആളുകളോ ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ
ബോധവൽക്കരണം നടത്തി കൊടുക്കാൻ ധൈര്യസമേതം മുന്നോട്ട് വരുന്നില്ല. അവർക്ക് ഭയമാണ്. ഒരുപക്ഷെ ഇതുപോലെ റെയർ പീസുകളെ മാത്രം നമുക്ക് ലഭിക്കും. അവർ ഈ RP ടോക്സ് പോലെ, RP തോട്ട്സ് പോലെ, ജനം TV പോലെ ചില വിരലിലെണ്ണാവുന്ന മാധ്യമങ്ങളിൽ കൂടി മാത്രമേ നമുക്കിത് മനസ്സിലാകൂ, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ഇവരെന്താണ് ഇതിന് മുന്നിൽ ഈ രാജ്യത്തോട് ചെയ്തത് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും പിന്നീട് വരുന്ന തലമുറകൾ എന്താണ് ഈ രാജ്യത്തോട് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാകും. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ട്, ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളിലും നടന്നിട്ട്, നമ്മുടെ നാട്ടിൽ എന്ത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, നിർഭയരായിട്ടുള്ള, ദേശ സ്നേഹികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരില്ലേ? കേരളത്തിലെ പത്രപ്രവർത്തനം മാത്രം എടുക്ക്, ലോകത്തിലെ പത്രധർമ്മം അവിടെ നിൽക്കട്ടെ. എത്ര മാധ്യമങ്ങൾ ഈ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് താലിബാൻ വിസ്മയമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പറ്റും. ഹമാസിനെ പോരാളികളായിട്ട് അവരോധിക്കാൻ അവർക്ക് പറ്റും. ഇസ്മായിൽ ഹനിയയ്ക്ക് മയ്യത്ത് നമസ്കാരം നടക്കുന്നത് ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ അവർക്ക് പറ്റും. യഹിയ സിൻവാറിനു വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുന്നതും പ്രതിഷേധ റാലികൾ നടക്കുന്നതും ഒക്കെ അവരുടെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പറ്റും. അടുപ്പ് കൂട്ടി വൈകുന്നേരങ്ങളിൽ ചർച്ച വയ്ക്കും. പക്ഷേ ഈ രാജ്യത്തെ ബാധിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം രാജ്യവിരുദ്ധരെ സംബന്ധിക്കുന്ന വാർത്തകൾ എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? ആര് നമുക്കിത് പറഞ്ഞു തരും? നന്ദി.